ആണെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് നടൻ ബാല. പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളുമെല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അടുത്തിടെയായി തന്റെ വിവാഹവും ഭാര്യ കോകിലയുടെ വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറ്. ഗായിക അമൃതയുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ ലീഗലി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ തന്റെ അമ്മാവന്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അടുത്തിടെയാണ് ബാല കോകില എന്ന പേരിൽ നടൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. പാചകം, വീട്ടുവിശേഷങ്ങൾ, ആഘോഷങ്ങളുടെ വീഡിയോകളും എല്ലാം രണ്ടാളും പങ്കുവയ്ക്കാറുണ്ട്. പാചകം ഏറെ താല്പര്യമുള്ള ആളാണ് കോകില. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആളാണ് ബാല. ഇരുവരുടെയും പൊങ്കാല വീഡിയോ വൈറലായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് ഇരുവരും തമിഴ്നാട് സ്റ്റൈൽ റെസിപ്പികളും മലയാളികൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബാല കോകില ആസിഫ് അലിയുടെ പുതിയ സിനിമ കാണാനായി കൊച്ചിയിൽ ഒരു തിയേറ്ററിൽ എത്തിയിരുന്നു. മുമ്പ് ഉണ്ടായിരുന്നതിലും വണ്ണം വെച്ച നിലയിലാണ് ബാല ഇപ്പോഴുള്ളത്. ഇതിന്റെ കാരണം ചില യൂട്യൂബ് ചാനലുകൾ തിരക്കുന്നുണ്ട്. ഞാൻ പീഡിപ്പിച്ചു, തട്ടിപ്പ് നടത്തി എന്നൊക്കെ ന്യൂസ് വരുന്നത് എല്ലാവരും വിചാരിക്കും ഞാൻ റിപ്രഷൻ ആണെന്ന്. അതൊന്നുമില്ല. ഞാൻ കോകിലയും ഞങ്ങളുടെ ലോകത്ത് ഏറ്റവും സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. സന്തോഷത്തിലാണ് തടി കൂടിയത്. ചെന്നൈയിൽ എന്റെ ബിസിനസ് പ്രൊജക്ടുകൾ വൻ വിജയമായി. അതിന്റെ സന്തോഷത്തിൽ തടി കൂടി. ഒരാഴ്ച പുതിയ പ്രൊജക്ടിന് വേണ്ടി ട്രെയിനിങ് ആണ്. സിനിമയിലേക്ക് തിരിച്ചു വരും. പുതിയ പ്രോജക്റ്റ് വരാൻ പോകുകയാണ്. എത്ര പൈസ ഉണ്ടായാലും എത്ര ബിസിനസ് ചെയ്താലും സിനിമയാണ് എന്റെ രക്തം. തീർച്ചയായും മലയാളത്തിൽ തിരിച്ചു വരും എന്ന് നടൻ പറഞ്ഞിരുന്നു. ചാനലുകൾ പറയുന്നത് പോലെ താൻ സൈക്കോയാണോ എന്ന് കോകിലയോട് ബാല ചോദിക്കുന്നു. തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ പരാമർശിച്ചായിരുന്നു ബാലയുടെ ചോദ്യം. മുഖത്തടിക്കാറുണ്ടോ എന്ന് വീണ്ടും ബാല ചോദിക്കുമ്പോൾ മാമ കൊച്ചു കുഞ്ഞിനെ പോലെ വളരെ സോഫ്റ്റ് ആണെന്നാണ് കോകില മറുപടി പറഞ്ഞത്. കുപ്പിയെടുത്ത് തലയ്ക്കടിക്കുന്ന ആളാണോ ഞാനെന്ന് ബാല ചോദിക്കുന്നുണ്ട്. ആദ്യം ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. ഇത്രയ്ക്കും കള്ളത്തരമോ? പിന്നീട് ഡെയിലി കേട്ട് കേട്ട് എന്റർടൈൻമെന്റ് ആയി. ബാലയുടെ ഈ വാക്കുകൾക്കെതിരെ പലരും വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. വീണ്ടും തുടങ്ങിയോ എന്നാണ് പലരും കമന്റായി കുറിച്ചത്.